ലാൻഡ്സ്ട്രാസയിലെ കാടുകയറിയ വളഞ്ഞുപുളഞ്ഞ വീട്. നേർരേഖകൾ സമഗ്രാധിപത്യം പുലർത്തുന്ന നിർമ്മാണ ലോകത്ത് വിയന്നയിലെ 3-ാം ഡിസ്ട്രിക്റ്റിലെ ലാൻഡ്സ്ട്രാസയിലെ ഒരു കെട്ടിടം മാത്രം നേർവഴി നടക്കുന്നില്ല. യക്ഷിക്കഥകളിലേതുപോലെ വളവും തിരിവുമുള്ള ഒരു കെട്ടിടം. ഹുണ്ടർട്ട് വാസർ ഹൗസ്. വെറുമൊരു അപ്പാർട്ട്മെന്റ് എന്നതിലുപരി ഇത് ജീവനുള്ള, അനുദിനം വളരുന്ന ഒരു നിർമ്മിതിയാണ്. ആയിരത്തി 1985 പൂർത്തിയായ ഈ കെട്ടിടം ആധുനിക വാസ്തുവിദ്യാ വിരസതയ്ക്കുള്ള ഔഷധമാണ്. തോതുകൾക്കോ നേർരേഖകൾക്കോ ജ്യാമിതീയ കണക്കുകൾക്കോ വഴങ്ങാതെ ആകാശത്തേക്ക് നീളുന്ന സ്വർണാഭമായ ഗോപുരങ്ങളും തണൽമരങ്ങളും തിരമാലകൾ പോലെ നിമ്നോന്നതങ്ങളുള്ള തറകളുമായി ഒരപ്പാർട്ട്മെന്റ്. പ്രകൃതിയെ കെട്ടിടത്തിന്റെയും കെട്ടിടത്തെ പ്രകൃതിയുടെയും ഭാഗമാക്കി മാറ്റിയ കലാകാരനും ദാർശനികനും പരിസ്ഥിതിവാദിയുമായ ഫ്രീഡൻസ് റൈഹ് ഹുണ്ടർട്ട് വാസറിന്റെ സൃഷ്ടിയാണിത്. നിർമ്മാണത്തിലെ നേർരേഖകൾ ദൈവനിഷേധപരവും അധാർമികവുമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. ഒരു സാധാരണ ഷേവിംഗ് ബ്ലേഡിൽ പോലും 546 നേർരേഖകളുണ്ടെന്ന് ഹുണ്ടർട്ട് വാസർ കണക്കാക്കി. മനുഷ്യന്റെ ആത്മാവിനെ കാട്ടിൽ തളച്ചിടുന്നവയാണ് നേർരേഖകൾ എന്ന് അദ്ദേഹം വാദിച്ചു. തന്റെ പ്രശസ്തമായ മൗളിനസ് മാനിഫെസ്റ്റോ വഴി കെട്ടിടങ്ങളിൽ പായലും പൂപ്പലും വളരുന്നത് പ്രകൃതിയുടെ മാറ്റത്തിന്റെ ലക്ഷണമാണെന്നും അത് സ്വാഗതം ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു. ഓരോ താമസക്കാരനും തന്റെ വീടിന്റെ വാസ്തുശില്പിയായിരിക്കണം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പക്ഷം. ഇതാണ് അദ്ദേഹത്തിന്റെ വാസ്തുവിദ്യാ തൃത്വം അഥവാ ആർക്കിടെക്ചറൽ ട്രിനിറ്റി എന്ന സിദ്ധാന്തം. പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്ന വീട്. ഹുണ്ടർട്ട് വാസർ ഹൗസിലെ ഓരോ വാതായനങ്ങൾ പോലും മറ്റൊന്നിന് സമാനമല്ല. ഇതിനെ അദ്ദേഹം വാതായനാവകാശം അഥവാ വിൻഡോ റൈറ്റ് എന്ന് വിളിച്ചു. ഓരോ താമസക്കാരനും തന്റെ കൈയെത്താവുന്ന ദൂരത്തോളം ജനാലയ്ക്ക് പുറത്തുള്ള ഭിത്തിയിൽ പെയിന്റ് ചെയ്യുവാനും മാറ്റങ്ങൾ വരുത്തുവാനും അവകാശമുണ്ടെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അതിലൂടെ മറ്റുള്ളവർക്ക് സമാനനല്ലാത്ത ഒരാൾ ഇവിടെ താമസിക്കുന്നു എന്ന സന്ദേശമാണ് ലോകത്തിന് നൽകുന്നത്. ിലധികം മരങ്ങളും ചെടികളും ഈ കെട്ടിടത്തെ പ്രണയിച്ചു വളരുന്നു. ഇവയെ അദ്ദേഹം വൃക്ഷനിവാസികൾ അഥവാ ട്രീ ടെനൻസ് എന്ന് വിളിച്ചു. വൃക്ഷനിവാസികൾ വാടക നൽകുന്നത് പണമായല്ല, പകരം ഓക്സിജനായും തണലായുമാണ്. പക്ഷികൾക്കും ശലഭങ്ങൾക്കും കൂടണയാനുള്ള കാടായുമാണ് ഇതിനെ വിഭാവന ചെയ്തത്. കെട്ടിടത്തിനുള്ളിലെ തറകൾ നിരപ്പില്ലാത്തതും തിരമാലകൾ പോലെ ഉയർന്നു താഴുന്നതുമാണ്. അസമമായ തറകൾ പാദങ്ങൾക്കുള്ള ഒരു ദിവ്യ സംഗീതമാണ് എന്ന് ഹുണ്ടർട്ട് വാസർ വിശ്വസിച്ചിരുന്നു. വിയന്ന നഗരസഭയുടെ സോഷ്യൽ ഹൗസിംഗ് എന്ന നിലയിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടത്. കുറഞ്ഞ ചെലവിൽ തന്നെ മനുഷ്യപ്പറ്റുള്ള വാസ്തുവിദ്യ സാധ്യമാണെന്ന് ഈ കെട്ടിടം തെളിയിച്ചു. ഹുണ്ടർട്ട് വാസർ ഹൗസ് ഒരു തുടക്കം മാത്രമായിരുന്നു. ഇതിനടുത്തു തന്നെ അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ പ്രദർശിപ്പിച്ചിട്ടുള്ള കുൻഹൗസ് വിയന്ന എന്ന മ്യൂസിയവുമുണ്ട്. വിയന്നയിലെ സ്പിറ്റലോ എന്ന മാലിന്യ സംസ്കരണ പ്ലാന്റിനെ പോലും അദ്ദേഹം ഒരു മികച്ച കലാസൃഷ്ടിയാക്കി മാറ്റി. 2000 ഹുണ്ടർട്ട് വാസർ അന്തരിച്ചു. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഇന്നും വളർന്നുകൊണ്ടേയിരിക്കുന്നു. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള നൃത്തവേദിയായിരിക്കണം വാസ്തുവിദ്യ എന്ന് അദ്ദേഹം ലോകത്തെ പഠിപ്പിച്ചു. വിരസമായ ചട്ടക്കൂടുകൾ ഭേദിച്ച് ജീവിതത്തെ കൂടുതൽ സുന്ദരമാക്കുക എന്നതാണ് നേർരേഖകളില്ലാത്ത ഈ വർണ്ണപ്രപഞ്ചം നൽകുന്ന സന്ദേശം. ഹുണ്ടർട്ട് വാസറുടെ വാക്കുകളിൽ പറഞ്ഞാൽ, 2 പോയിന്റുകൾക്കിടയിലുള്ള ഏറ്റവും ചെറിയ ദൂരം ഒരു നേർരേഖയല്ല, മറിച്ച് ഒരു സ്പൈറലാണ്.